കർത്താവെ, പ്രിയ പിതാവ് ശരീരം കർത്താവ് അടക്കം ചെയ്യുന്നു. അവിടുത്തെ ഉണ്ടായിരിക്കണം നല്ല ജനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപ കൊണ്ട് അവിടുന്ന് മൂടൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെയും കുടുംബത്തിലുള്ള ആശ്വസിപ്പിക്കുകയും കർത്താവ് അവിടുത്തെ ശുശ്രൂഷയെ അവിടുന്ന് മാനിക്കുകയും അർദാസന്മാരെ അതിനായി ഉപയോഗിക്കുകയും ജനമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഈ പ്രിയ കുഞ്ഞുഞ്ഞേട്ടൻ്റെ മതശരീരം നാം ഇവിടെ സംസ്കരിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ പ്രിയപ്പെട്ടവനും താൻ്റെ നിരയിൽ കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഭാഗ്യകരമായ ഒരു ഉറപ്പും പ്രത്യാശയും ദൈവം നമുക്ക് നൽകിയിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ അന്തിമമായി കർത്താവിന്റെ ദാസൻ KS ജോസഫ് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സെമിറ്ററിയിലേക്ക് ഞങ്ങൾ വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ കഴിഞ്ഞ ദിവസം അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ അങ്ങേക്ക് ഹിതമായി തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യവരെയും അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിച്ചു. ഒടുവിൽ തൻ്റെ ആത്മാവിനെ നിത്യതയിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തന്നെ വിളിച്ചു ചേർത്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തനിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നല്ല അവസാനത്തിൽ വന്നു ചേരുവാൻ അങ്ങയുടെ ദാസന കൃപ കൊടുത്തതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്ന് വായിക്കുന്നത് പോലെ വിലയേറിയ നിന്റെ ദാസനെ അവിടുന്ന് ചേർത്തത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ തൻ്റെ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് നിർവഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തെഫാനോസ് മരിച്ചപ്പോൾ ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കം ചെയ്തു എന്ന് വായിക്കുന്ന പോലെ കർത്താവേ, ഈ പകലിൽ വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ ഭക്തിയുള്ള പുരുഷാരത്തിന് നടുവിൽ വെച്ച് ഈ ശുശ്രൂഷകൾ നിർവഹിച്ച് ഇവിടെ ഞങ്ങൾ നിന്റെ ദാസന്റെ മൃതശരീരം സംസ്കരിക്കുകയാണ്. ഞങ്ങൾക്ക് മുൻപേ പോയ അനേക വിശുദ്ധന്മാരുടെ മൃതശരീരങ്ങൾ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ വലിയ പ്രത്യാശയോടുകൂടെ തിരുമുമ്പാകെ നിന്ന് ആമേൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കർത്താവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. നിന്റെ ദാസനെയും കർത്താവിന്റെ മടങ്ങിവരവിൽ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ട സൗരശവന്മാരെ ഒക്കെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വേർപാടിന്റെ ദുഃഖത്തിൽ മുറിവേറ്റ ഹൃദയങ്ങൾക്ക് നീ തന്നെ ആശ്വാസം നൽകിയാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ മൃതശരീരം ഞങ്ങൾ ഈ കല്ലറയിൽ അടക്കം ചെയ്യുകയാണ്. ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിലും ശക്തിയിലും ഉയർക്കാനായിട്ട് പോകുകയാണ്. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക്
വിശുദ്ധ നിക്ഷേപമായി വരേണ്ടതിന് കർത്താവേ, നീ നിന്റെ ദാസനെ മടക്കി വരുത്താൻ പോകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കാഹളം ധരിക്കും, ഞങ്ങൾ വായിച്ചതുപോലെ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങളുടെ കർത്താവിനെ എതിരേൽക്കുവാൻ ഞങ്ങൾ എല്ലാവരും ജീവനോട് ശേഷിക്കുകയാണ്. കർത്താവെ, ഈ സന്ദർഭത്തിൽ സകല ഭയഭക്തി ബഹുമാനത്തോടും കൂടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവന്റെ പ്രതിശരീരം ഇവിടെ സംസാരിച്ച് ഞങ്ങൾ മടങ്ങുന്നു. പ്രത്യാശ കൊണ്ട് ഞങ്ങളെ തുടർന്നും മുൻപോട്ട് നയിക്കണമേ. കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട എല്ലാവരെയും സഹായിക്കണമേ. തന്റെ ജീവിതത്തിനായി തനിക്ക് നൽകിയ എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങ് വാഴ്ത്തുന്നു, യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ. പ്പെട്ട കുഞ്ഞാടിനെ പോലെയന്ന് എൻ്റെ പാപച്ചുമടു താങ്ങി നീ ബലിയായി. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെയന്ന് എൻ്റെ പാപച്ചുമടു താങ്ങി നീ ബലിയായി. എന്നെ വീണ്ടെടുത്തതാൽ പുതു സൃഷ്ടിയാക്കിയതാൽ നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ. തിരഞ്ഞെടുത്തു ജനത്തിലെ ശ്രേഷ്ഠരോടിരുത്തി, നിന്റെ ഇഷ്ടം ചെയ്യുവാനായി നിയമിച്ചവരെ. തിരഞ്ഞെടുത്തു ജനത്തിലെ ശ്രേഷ്ഠരോടിരുത്തി, നിന്റെ ഇഷ്ടം ചെയ്യുവാനായി.
പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകൻ താങ്ങും തണലുമാ. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളാതെ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. മഹിമയിൻ കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കുമേ. അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ. ശാരോനിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, തുമ്പം ദുഃഖങ്ങളാതെ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൻ പനിനീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പതിനായിരങ്ങളിൽ